ഹലോ എവ്രിവൺ, വെൽക്കം ടു റെയിൻബോസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT ക്ലാസ് 6 ഇംഗ്ലീഷിലെ യോഗ എ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ ചാനലിലുള്ള അതർ വീഡിയോസും കൂടെ നോക്കണം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. Let us do these activities before we read. ഇവിടെ കുറച്ച് എക്സസൈസസ് കൊടുത്തിട്ടുണ്ട്. What do you know about yoga? നിങ്ങൾക്ക് യോഗയെക്കുറിച്ച് എന്താണ് അറിയാവുന്നത്? ഡിസ്കസ് ഇൻ പെയർസ് ആൻഡ് ഷെയർ വിത്ത് ദ ഹോൾ ക്ലാസ്. അപ്പോൾ യോഗ എന്താണ്? യോഗ നമ്മൾ ഫിസിക്കലായും മെൻ്റലായും ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. ലൈക്ക് മെഡിറ്റേഷൻ ഉണ്ട്, പോസ്റ്റേഴ്സ് ഉണ്ട്, അതിനെയൊക്കെയാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത്. വാട്ട് ഈസ് 21st ജൂൺ നോൺ ഫോർ? 21st ജൂൺ എന്തിനാണ് അറിയപ്പെടുന്നത്? അന്ന് യോഗ ഡേ ആണ്. അപ്പോൾ 21st ജൂണിലാണ് യോഗ ഡേ. വാട്ട് ഡു വി ഡു ഓൺ ദിസ് ഡേ? അപ്പോൾ നമ്മൾ ഈ ഡേയിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ യോഗ ചെയ്യും. സ്കൂളിലെ സ്റ്റുഡൻസ് ഒക്കെ യോഗ ചെയ്യാറുണ്ട് യോഗ ഡേയിൽ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ക്വസ്റ്റ്യൻ നമ്പർ 3. List as many words you know related to yoga. Share them with your classmates. List as many words as you know related to yoga. യോഗയെക്കുറിച്ച് എത്ര വേർഡ്സ് ആണോ അറിയാവുന്നത് അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുന്ന ലിസ്റ്റ് ചെയ്യണം. യോഗയെക്കുറിച്ച് ഏതൊക്കെ വേർഡ്സ് ഉണ്ട്? പോസ്റ്റേഴ്സ്, ആസനാസ്, അങ്ങനെ മെഡിറ്റേഷൻ, അതേപോലെ കുറേ വേർഡ്സ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Let us play the game of Antakshari. The first word is yoga. The next word must then begin with the letter A. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അന്താക്ഷരി കളിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് കളിക്കാം. അന്താക്ഷരി എന്താണെന്ന് അറിയാമല്ലേ? അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? Let us read. Yoga is a physical, mental and spiritual practice that originated in ancient India. അപ്പോൾ യോഗ ഒരു ഫിസിക്കൽ, നമ്മളെ ബോഡിയുമായി ബന്ധപ്പെട്ടതും മെൻ്റലും സ്പിരിച്വലുമായുള്ള പ്രാക്ടീസാണ്. ദാറ്റ് ഒറിജിനേറ്റഡ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടഡ്. അപ്പോൾ യോഗ ഫിസിക്കൽ, പിന്നെ മെൻ്റലും സ്പിരിച്വലും ആയിട്ടുള്ള പ്രാക്ടീസാണ്. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇൻ ഏൻഷ്യന്റ് ഇന്ത്യയിൽ, പണ്ടത്തെ ഇന്ത്യയിൽ സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് പോകാം. The word yoga comes from the Sanskrit root yuj, which means to join or to unite. The word yoga, ഈ യോഗ എന്ന് പറയുന്ന വേർഡ് comes from the Sanskrit root. ഈ യോഗ എന്ന് പറയുന്ന വേർഡ് സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് വരുന്നത്. ആ വേർഡ് എന്താണ്? യുജ്. യുജിന്റെ അർത്ഥം എന്താണ്? വിച്ച് മീൻസ് ടു ജോയിൻ ഓർ ടു യുണൈറ്റ്. ജോയിൻ അല്ലെങ്കിൽ യുണൈറ്റ്, എന്തിനെങ്കിലും കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ യൂണിറ്റിയോടെ നിർത്തുക. അപ്പോൾ യോഗ സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് വന്നത്. യുജ് എന്നാണ് വേർഡ്. അതിന്റെ മീനിങ് ടു ജോയിൻ ഓർ ടു യുണൈറ്റ്. This symbolizes the unity of mind and body. അപ്പോൾ ഈ യുജിന്റെ അർത്ഥം പറയുന്നത് മൈൻഡിന്റെയും ബോഡിയുടെയും യൂണിറ്റിയാണ്. തോട്ട് ആൻഡ് ആക്ഷൻ, നമ്മളുടെ ചിന്തയും പ്രവൃത്തിയും തമ്മിലുള്ള യൂണിറ്റിയുമാണ്. ആൻഡ് ഹാർമണി ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നേച്ചർ. പിന്നെ ഹാർമണി എന്ന് വെച്ചാൽ ബാലൻസ്. അപ്പോൾ ഹ്യൂമൻ്റെയും മനുഷ്യരുടെയും നേച്ചറിൻ്റെയും തമ്മിലുള്ള ബാലൻസിനെയും ആണ് ഈ യുജ് എന്ന് പറയുന്ന വേർഡ് സിംബലൈസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. അപ്പോൾ യോഗ ചെയ്താൽ നല്ല ഗുഡ് ഹെൽത്തും വെൽബീയിങ്ങും ആയിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോയാലോ? Sage Patanjali presented the ancient tradition of yoga in a systematic way in Yoga Sutras of Patanjali. Sage Patanjali ഒരു സന്യാസിയാണ്, സേജ് ആണ്. presented the ancient tradition of yoga. Ancient എന്ന് വെച്ചാൽ പണ്ടത്തേത്.
അപ്പോൾ സേജ് പതാഞ്ജലി യോഗയുടെ പണ്ടത്തെ ട്രഡീഷൻ, യോഗ പണ്ട് എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് സിസ്റ്റമാറ്റിക് വേ, ഒരു നല്ല വേയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ? യോഗ സൂത്രസ് ഓഫ് പതാഞ്ജലിയിൽ. അതൊരു ബുക്കാണ്. ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് യോഗ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. He described yoga as the means to make the mind quiet and free from all distractions. അപ്പോൾ സേജ് പതാഞ്ജലി യോഗയെ ഡിസ്ക്രൈബ് ചെയ്തത് എങ്ങനെയാണ്? മീൻസ് ടു മേക്ക് മൈൻഡ് ക്വയറ്റ് ആൻഡ് ഫ്രീ ഫ്രം ഓൾ ഡിസ്ട്രാക്ഷൻസ്. നമ്മുടെ മനസ്സിനെ ക്വയറ്റും എല്ലാ ഡിസ്ട്രാക്ഷൻസ് എന്ന് വെച്ചാൽ ഡിസ്റ്റർബൻസസ്, എല്ലാ ഡിസ്റ്റർബൻസസിൻ്റെയും നിന്നും ഫ്രീ ആക്കാനാണ് യോഗ സഹായിക്കുന്നത്. അങ്ങനെയാണ് സേജ് പതാഞ്ജലി ആ സൂത്രസ് ഓഫ് പതാഞ്ജലി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ടി വിയുടെ മുമ്പിൽ നിന്ന് യോഗയോ മെഡിറ്റേഷനോ ചെയ്താൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ആവില്ലേ? അത് പാടില്ല. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാത്ത സ്ഥലത്താണ് യോഗ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് പോയാലോ. Yoga has become increasingly popular around the world due to its many health benefits. അപ്പോൾ യോഗ ഈ ലോകത്തിൽ നല്ല പോപ്പുലർ ആയിട്ടുണ്ട്, നല്ല ഫേമസ് ആയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഡ്യൂ ടു ഇറ്റ്സ് മെനി ഹെൽത്ത് ബെനിഫിറ്റ്സ്. യോഗയ്ക്ക് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ് പോപ്പുലർ ആയത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് അടുത്ത വീഡിയോയിലേക്ക് നോക്കാം. അടുത്ത പേജിൽ യോഗയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ എക്സ്പ്ലനേഷൻ്റെ പാർട്ട് 2-ൽ നോക്കാം. ഹിയർ ആർ സം ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് യോഗ. ഇവിടെ കുറച്ച് ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് പാർട്ട് 2-ൽ നോക്കാം. അപ്പോൾ വീഡിയോ 7 minutes ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇതിനു മുമ്പേ വിന്നർ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഹിന്ദി എക്സ്പ്ലനേഷനും മലയാളം എക്സ്പ്ലനേഷനും ഉണ്ട്. പ്ലീസ് ചെക്ക് ഔട്ട് ദാറ്റ് വീഡിയോസ്. താങ്ക് യു.